कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे देवकी नन्दनं सदा। രുക്മിണി, ഭവതി ലോകത്തിലേറ്റവും സുന്ദരി തന്നെ. യൗവനം, ഉദാരത, ദേഹബലം മുതലായ ഗുണങ്ങൾ തികഞ്ഞവരും മഹാനുഭാവന്മാരുമായ എത്രയോ രാജാക്കന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ത്രിലോകങ്ങളിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെ തന്നെയാണല്ലോ നമുക്ക് വരനായി ലഭിച്ചിട്ടുള്ളത്. നമുക്കെന്ത് ശ്രേഷ്ഠത! ഞങ്ങൾ യാദവന്മാർ ഗോക്കളെ മേച്ചും ഗോപാലകരോടൊത്ത് കളിച്ചും സാധാരണ ജീവിതം നയിക്കുന്നവർ. പാലും വെണ്ണയും കഴിച്ച് ഗോമയത്തിലും ഗോമൂത്രത്തിലും കഴിഞ്ഞുകൂടുന്നവർ. യദുകുലത്തിൽ ജനിച്ചവർക്ക് രാജ്യഭാരവുമില്ല, രാജാസനവുമില്ല. വിവാഹശ്ച തഥാ മൈത്രി സമയോരേവ ശോഭത്തെ. അവിടെ എന്താണ് ഈ പറയുന്നത്? തുല്യരല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ഭാഗ്യം വന്നു ചേർന്നു? ഭാഗ്യമോ? ഭവതിയെ അതിശക്തനും ധനവാനുമായ ചേതി രാജാവ് ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനാണ് ഭവതിയുടെ സഹോദരനായ രുക്മി ആഗ്രഹിച്ചിരുന്നത്. തങ്ങൾ വലിയ ശക്തരാണ് എന്നാണ് ഇരുവരും സ്വയം അഹങ്കരിച്ചിരുന്നത്. അവരുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാനായിട്ടാണ് ഞാൻ ഭവതിയെ ബലാത്കാരേണ കൊണ്ടുവന്നത്. അല്ലാതെ വിവാഹം കഴിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. ഇതിപ്പോ രാജകുമാരിക്ക് കാലിത്തൊഴുത്തിലുറങ്ങാനാണ് യോഗം. ഭഗവൻ, അപ്പോഴെന്നെ മനസ്സ മരിച്ചില്ലെന്നാണോ? നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ അങ്ങന്റെ മനസ്സിലെ ഇഷ്ടം കാണാതെയാണോ ശിശുപാലനിൽ നിന്നും രക്ഷിച്ചത്? പ്രിയേ രുക്മിണി, ഞാൻ നേരം പോക്കായിട്ട് പറഞ്ഞതെല്ലാം നീ സത്യമാണെന്ന് ധരിച്ചുവോ? പ്രാണസ്വരൂപേ, പ്രണയകലഹത്താൽ ഒന്നുകൂടി വർദ്ധിക്കുന്ന നിന്റെ ഈ സൗന്ദര്യം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. സൗന്ദര്യം, ഐശ്വര്യം, മഹാപ്രഭുത്വം തുടങ്ങിയ ഉത്കൃഷ്ട ഗുണങ്ങളുള്ള നിന്തിരുവടികെ നികൃഷ്ടയായ ഞാൻ വരിച്ചത് അനുചിതം തന്നെ. ഞാൻ ഗോമൂത്രത്തിലോ ഗോമയത്തിലോ കിടന്നുകൊള്ളാം, കാലിത്തൊഴുത്തിൽ ഉറങ്ങിക്കൊള്ളാം. പക്ഷേ ഇങ്ങനെയൊന്നും പറയരുതേ. ഈയുള്ള ജീവിതം അങ്ങയുടെ ചരണകമലങ്ങളിൽ അർപ്പിച്ച് ഇറങ്ങി തിരിച്ചവളാണ് ഞാൻ. സുന്ദരി, വ്യസനിക്കരുതേ. നിന്റെ പ്രണയത്തിന്റെ മഹത്വം എനിക്കറിയാം. ഞാൻ നിന്നെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്തത്.
കൃഷ്ണ, അനേകായിരം ഗോപിമാരുടെ ഹൃദയങ്ങളിൽ നീ വാഴുന്നു. അമ്മമാർക്ക് തനയനായി, മിത്രങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി, ഗോക്കൾക്ക് സംരക്ഷകനായി. കാമുകിമാർ മത്സരിച്ച് പ്രണയിക്കുമ്പോഴും എന്തേ നീ രുക്മിണിക്ക് വിശിഷ്ടസ്ഥാനം നൽകി? അത്രമേൽ ആത്മാർത്ഥമായിരുന്നോ രുക്മിണിയുടെ പ്രണയം? ഒരേ സമയം പ്രണയിനിയാവാനും ഭക്തയാവാനും രുക്മിണിക്ക് സാധിച്ചു. അദ്വിതീയം ഈ ശ്രീകൃഷ്ണ രുക്മിണി സമാഗമം.